ഞാൻ ഡോക്ടർ ജയരാമൻ, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ്. ഞാൻ പലപ്പോഴും എൻ്റെ പ്രാക്ടീസിൽ ഈ പ്രസവം കഴിഞ്ഞ ഉടനെ കണ്ട് ചില അമ്മമാരുടെ ചില പ്രശ്നങ്ങൾ, കുട്ടിക്ക് എന്തെങ്കിലും ജനിതകമായിട്ടോ അല്ലെങ്കിൽ ചില വൈകല്യങ്ങൾ, ചില ഈ ഡൗൺ സിൻഡ്രോം മാതിരിയുള്ള ചില പ്രശ്നങ്ങൾ, അതേമാതിരി ഈ മുതുകത്ത് മുഴ, മൈലോമെനിങ്കോസീൽ, അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ള മദേഴ്സ് പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഗർഭാവസ്ഥയിൽ, പലപ്പോഴും 1-2 സ്കാനൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ സ്കാൻ ചെയ്തപ്പോഴൊന്നും ഇത് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതിലൊന്നും കാണാണ്ട് ഇപ്പം എങ്ങനെയാണ് ഡോക്ടറെ ഈ പ്രസവിച്ചപ്പോൾ ഇതുണ്ടെന്ന് പറയുന്നത്, അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് വഴിയൊന്നും ഉണ്ടായിരുന്നില്ലേ? ഇങ്ങനത്തെ ഒരു ചോദ്യം പലപ്പോഴും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇതിൻ്റെ വാസ്തവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ എല്ലാ അബ്നോർമാലിറ്റീസും, എല്ലാ വൈകല്യങ്ങളും കണ്ടുപിടിക്കുന്നതിനായിട്ട് അൾട്രാസൗണ്ട് സ്കാനിനെ കൊണ്ട് പറ്റുന്നില്ല. ഇതിനെല്ലാത്തിനും, എല്ലാ ടെസ്റ്റുകൾക്കും അതിൻ്റേതായ പരിമിതികളുണ്ട്. 100% കണ്ടുപിടിക്കാനായിട്ടുള്ള ടെസ്റ്റുകളൊന്നുമില്ല. അപ്പം ഇതിന് കുറച്ചുകൂടി സൗകര്യം, കുറച്ചുകൂടി ആക്ച്വലിറ്റി കൊണ്ടുവരുന്നതിന്, കുറച്ചുകൂടി സാധ്യത 100% അടുപ്പിക്കുന്നതിനായിട്ട് മറ്റ് പല ടെസ്റ്റുകളും നമ്മൾ പ്രായോഗിക തലത്തിൽ ഉപയോഗിച്ച് വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള 1-2 ടെസ്റ്റുകളാണ് ഈ ആദ്യത്തെ ട്രൈമെസ്റ്റർ, അതായത് ഗർഭാവസ്ഥയിലെ ആദ്യത്തെ 3 മാസത്തിൻ്റെ അവസാനത്തോട് കൂടിയിട്ട് 11 ആഴ്ചകൾക്കും 13 ആഴ്ചകൾക്കും ഇടയ്ക്ക് ചെയ്യുന്ന ഡബിൾ മാർക്കർ ടെസ്റ്റ്, അതേമാതിരി തന്നെ 2ാം ട്രൈമെസ്റ്ററിൻ്റെ 20 വീക്സിനോടനുബന്ധിച്ച് ചെയ്യുന്ന ട്രിപ്പിൾ മാർക്കർ, ക്വാഡ്രപ്പിൾ മാർക്കർ തുടങ്ങിയിട്ടുള്ള ടെസ്റ്റുകൾ, ഇത് രണ്ടും ഉപയോഗിക്കുന്നത് വഴി ഈ ജനിതക വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായിട്ടുള്ള സാധ്യതകൾ കുറച്ചുകൂടി കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത് ലോകത്തെ എല്ലായിടത്തും വളരെ സാധാരണമായിട്ട് ഗർഭാവസ്ഥയിൽ ചെയ്യുന്ന ചില ചെറിയ ബ്ലഡ് ടെസ്റ്റുകളാണ്. ഇതിന് വളരെ സിമ്പിളായിട്ടുള്ളൊരു രക്തപരിശോധന മാത്രമേ ആവശ്യമുള്ളൂ. അത് ഈ ചില ആധുനിക ഉപകരണങ്ങളുടെയും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളുടെയും സഹായത്തോട് കൂടിയിട്ട് ഈ ജനിതക വൈകല്യങ്ങൾ വരുന്നതിനായിട്ടുള്ള സാധ്യത നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുന്നു. അതോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ കുട്ടികളുടെ ഇപ്പം ഈ പ്രഗ്നൻസിയുടെ അവസാനത്തോട് കൂടി കുട്ടിയുടെ വളർച്ച കുറഞ്ഞു എന്നൊക്കെ നോക്കുമ്പോൾ പലപ്പോഴും ഗർഭിണികൾക്ക് വരുന്ന BP കൂടിയിട്ട് വരുന്ന ചില പ്രശ്നങ്ങൾ, PD എന്നൊക്കെ പറയും. ഈ മാതിരി കാര്യങ്ങളും ഇതേ ടെസ്റ്റുകളിൽ തന്നെ ഉപയോഗിച്ചിട്ട് പ്രവചിക്കുന്നതിന് സാധ്യതകളുണ്ട്. ഇതിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ജനിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് 2ാമത്തെ ദിവസം ഞങ്ങൾ പീഡിയാട്രീഷ്യൻസ് പോയിട്ട് കുട്ടിയെ കാണുമ്പോൾ ഞങ്ങൾ അയ്യോ നിങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനെ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്, അത് ക്രോമസോമുകളുടെ അബ്നോർമാലിറ്റി കൊണ്ട്, അതായത് 21ാമത്തെ പെയർ ക്രോമസോമിൽ 3 ഒരു എക്സ്ട്രാ ക്രോമസോം ഉള്ളത് കൊണ്ട് വന്നതാണ്. ഇത് നമ്മുടെ ശരീരത്തിലെ എല്ലാ സിസ്റ്റത്തിനെയും ബാധിക്കുന്ന പ്രശ്നമാണ്. ഇത് ട്രൈസോമി 21 എന്ന് പറയും. ഇതെല്ലാം പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ അമ്മമാരുടെ പെട്ടെന്നുള്ളൊരു പ്രതികരണം, അയ്യോ ഞങ്ങളിത് അറിഞ്ഞില്ലല്ലോ, ഇപ്പോഴാണ് അറിയുന്നത് എന്ന് പറയുന്ന ആ ഒരു ഞെട്ടൽ, അത് അമ്മമാർക്കും അതേമാതിരി മൊത്തം കുടുംബത്തിനും മുഴുവൻ ഒരു ഷോക്കാവുന്ന മാതിരിയുള്ള ഒരവസ്ഥ പലപ്പോഴും എൻ്റെ പ്രാക്ടീസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ മാതിരി ഇപ്പോൾ ട്രൈസോമികൾ എന്ന് പറയുന്ന ഈ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ്, ചില ജനിതക വൈകല്യങ്ങൾ, ഇതെല്ലാം മുൻകൂട്ടി പ്രവചിക്കുന്നതിന് ഈ ഡബിൾ മാർക്കർ, ട്രിപ്പിൾ മാർക്കർ തുടങ്ങിയ ടെസ്റ്റുകൾ ഉപയോഗപ്രദമാകുന്നുണ്ട്. ഈ ടെസ്റ്റുകൾ ഇപ്പോൾ ഡയഗ്നോസ്റ്റിക്സിൽ വളരെ ആധുനികമായിട്ടുള്ള പെർക്കിൻ-എൽമർ സിസ്റ്റം വഴി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് പാലക്കാടിലും അയൽ ജില്ലകളിലും ആദ്യമായിട്ടാണ് ഈ പെർക്കിൻ-എൽമർ സിസ്റ്റം വഴി. ഇതേവരെ ഇവിടുന്നുള്ള പലപ്പോഴും ഇവിടുന്ന് ടെസ്റ്റുകൾക്കായിട്ട് കോഴ്സ് ഇവിടെ തന്നെ നമുക്ക് വേറൊരു സിസ്റ്റം ഉണ്ടായി. ഇപ്പോൾ നമ്മൾ ഏറ്റവും അത്യന്താധുനികമായിട്ടുള്ള സിസ്റ്റം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം മറ്റ് സ്ഥലങ്ങളിലേക്ക്, വിദൂര സ്ഥലങ്ങളിലേക്ക് ഈ സാമ്പിൾസ് അയക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇതൊരു നല്ല കാര്യമാണ്. ഇത് മദേഴ്സിന് ഉപകാരപ്രദമാവും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. താങ്ക് യു സോ മച്ച്.